പലതവണ വിമാനയാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ യാത്ര അത് ഒരു ഒന്നൊന്നര യാത്രയായിരുന്നു കേട്ടോ. ഒരു ചെറിയ വെക്കേഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം നാട്ടിലേക്ക് കടന്നു പോയത്. 2 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ വെക്കേഷൻ. 2 ആഴ്ചത്തെ വെക്കേഷൻ ഇതാന്ന് പറഞ്ഞ് കടന്നു പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ യുദ്ധത്തിൻ്റേതായ യാതൊരുവിധ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു തേഴ്സ്ഡേ ആണ് യാത്ര തിരിച്ചത്. വൈകുന്നേരത്തെ ഫ്ലൈറ്റിലായിരുന്നു യാത്ര തിരിച്ചത്. ഉച്ചയ്ക്ക് ഒരു 2-2:30 ഞങ്ങൾ കൊച്ചി എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 8-8:30 മണിയായി. പിറ്റേന്ന് രാവിലെ യാത്രാക്ഷീണമൊക്കെ കൊണ്ട് വളരെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റപ്പോൾ അറിയുന്ന വാർത്തയെന്ന് വെച്ചാൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ള മിസൈൽ ആക്രമണമൊക്കെ കേട്ടുകൊണ്ടാണ് എഴുന്നേറ്റ് വന്നത്. കേട്ടപ്പോൾ തന്നെ ആകെ ഒരു ചങ്കിടിപ്പായിരുന്നു. അയ്യോ പണിപാളിയോ, നമ്മൾ ഗൾഫ് കൺട്രീസ് വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റുകളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വിമാനയാത്രാ സർവീസുകളൊക്കെ അത് വളരെയധികം ബാധിച്ചു എന്നൊക്കെ കേൾക്കുവാനിടയായി. എത്രയൊക്കെ ആണെങ്കിലും 2 ആഴ്ച അവധി ഉണ്ടല്ലോ, അതിനുള്ളിൽ ഇവർ രാജ്യങ്ങൾ തമ്മിൽ ചർച്ചകളൊക്കെ ചെയ്ത് അതൊക്കെ ഒത്തുതീർപ്പാക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പോകാനുള്ള ഒരു 2-3 ദിവസത്തിന് മുൻപായിട്ട് ഞങ്ങളുടെ ടിക്കറ്റ് ക്യാൻസലായി പോവുകയുണ്ടായി. അപ്പോൾ ആകെ ഒരു ടെൻഷനായി. ടിക്കറ്റ് ക്യാൻസലായി പോയല്ലോ. അതിനുശേഷം ഒരു 3-4 ദിവസത്തിൻ്റെ ഗ്യാപ്പിലാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത്. എന്താണേലും കിട്ടിയ തക്കത്തിന് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ യാത്ര മാർച്ച് 15-ാം തീയതി ആയിരുന്നു തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ രാവിലെ തൊട്ടാണെങ്കിലും ഇങ്ങനെ കുറേ ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് നല്ല ദൂരം ഉണ്ടായിരുന്നതിനാൽ വൈകുന്നേരം ഫ്ലൈറ്റ് ആണെങ്കിലും ഞങ്ങൾ രാവിലെ ഒരു 7:30 അവിടെ നിന്ന് യാത്ര തിരിച്ചു. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് യാത്ര തിരിക്കുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ അങ്ങ് യാത്ര തിരിച്ചതാണ്. അപ്പോൾ വഴിമധ്യേ പലരും വിളിച്ചു ചോദിക്കുകയുണ്ടായി, ഞങ്ങൾ പോവുകയാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പോകുന്ന ഫ്ലൈറ്റൊക്കെ നിങ്ങൾ നോക്കിയോ, അതുണ്ടോ, അത് ക്യാൻസലാക്കിയോ? അപ്പോൾ വാർത്തകളിലൊക്കെ ദുബൈയിലെ എമിറേറ്റ്സ് വിമാനം യാത്ര റദ്ദാക്കി എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ കേട്ടിരുന്നു. ഞങ്ങളുടെ എത്തിഹാദ് ഫ്ലൈറ്റായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ എയർപോർട്ടിൽ വിളിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ഓൺ ടൈമാണ് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഓൺലൈൻ ചെക്കിങ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് സാധാരണ ഞങ്ങൾ ഓൺലൈൻ ചെക്കിങ്ങാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഓൺലൈൻ ചെക്കിംഗ് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഏകദേശം ഒരു 2 മണി 1:30-2 ആയപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എറണാകുളത്ത് എയർപോർട്ടിൽ വളരെ സാവധാനത്തിൽ എത്തിച്ചേർന്നു. അപ്പം എയർപോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിജനമായിട്ട് കിടക്കുകയാണ് കേട്ടോ. എപ്പോഴും വളരെ തിരക്കായിട്ട് യാത്രക്കാരെ കൊണ്ടും വരുന്നവരും കൊണ്ടുവിടാൻ പോകുന്നവരും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല തിരക്കുള്ള വിമാനത്താവളത്തിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ചെക്കിങ്ങൊക്കെ ചെയ്ത് ഞങ്ങൾ അകത്ത് പ്രവേശിച്ചു. അപ്പോൾ ഫ്ലൈറ്റൊക്കെ ഒരു കറക്റ്റ് ടൈമിലൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അപ്പോഴും വാർത്തയിൽ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ മിസൈൽ ആക്രമണത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നത് കൊണ്ട് ഇപ്രാവശ്യത്തെ യാത്ര വളരെ ടെൻഷനായിരുന്നു. നമ്മൾ തന്നെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു പിള്ളേരും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്തുമാത്രം ടെൻഷനായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ ഏകദേശം ഒരു ഈവനിങ് ടൈമിൽ 8 മണിയോടുകൂടിയാണെന്ന് തോന്നുന്നു അബുദാബിയിൽ എത്തിച്ചേർന്നു. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ അവിടെ നിന്ന് കണക്ഷൻ കിട്ടിയത് 6 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് ചെറുതായിട്ട് റെസ്റ്റൊക്കെ എടുത്തൊന്ന് മയങ്ങിയതിന് ശേഷം നെക്സ്റ്റ് ഫ്ലൈറ്റിൽ ഞങ്ങൾ കയറി. അപ്പോൾ നെക്സ്റ്റ് ഫ്ലൈറ്റ് കയറിയിട്ട് നന്നായി ഉറങ്ങി രാവിലെ എഴുന്നേറ്റു. എന്നിരുന്നാലും മനസ്സിൽ വളരെ ടെൻഷനായിരുന്നു കേട്ടോ. സാധാരണ അബുദാബിയിൽ നിന്ന് ലണ്ടനിലേക്ക് ഒരു 6 മണിക്കൂറൊക്കെ ആവത്തുള്ളൂ. പക്ഷേ ഈ ഫ്ലൈറ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഫ്ലൈറ്റ് പാത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതിലേക്കോ പോകുന്നു, കറങ്ങുന്നു. ഒരു 2 മണിക്കൂറോളം ഞങ്ങൾക്ക് എക്സ്ട്രാ ഈ ട്രാവൽ ചെയ്യേണ്ട വന്നു ഇവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഒരു 6:30 മണിയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. എയർപോർട്ടിൽ കുറേ ഫ്ലൈറ്റുകൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. സാധാരണ ഒത്തിരി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ലാൻഡിങ്ങിൻ്റെ സമയത്ത് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ കുറേ ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ വെറുതെ നിർത്തിയിട്ടിരിക്കുന്ന പോലെയാണ് തോന്നിയത്. പിന്നെ ഞങ്ങൾ അബുദാബിയിൽ എത്തിയപ്പോഴാണെങ്കിലും ദുബൈയിൽ അന്ന് മിസൈൽ ആക്രമണം ഉണ്ടായി. അപ്പോൾ ദുബൈ എയർപോർട്ടൊക്കെ അടച്ചു. ദൈവത്തിൻ്റെ ആ ഒരു കരം, ഒരു സുരക്ഷിതത്വം ഉള്ളതുകൊണ്ട് മാത്രമാണ് യാതൊരു അപകടവും പ്രയാസവും ഒന്നും കൂടാതെ ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വാർത്തകൾ കണ്ടു. കുറേ എത്തിഹാദിൻ്റെ ഫ്ലൈറ്റൊക്കെ
ക്യാൻസൽ ചെയ്തു. അപ്പോൾ അവിടെ ദുബായ് എയർപോർട്ട് അടച്ചു, അവിടെ പിന്നെയും മിസൈൽ ആക്രമണം ഉണ്ടായി എന്നൊക്കെ. ഇതുപോലെ ഒരു എന്താ പറയുന്ന ടെൻഷൻ അടിച്ചൊരു യാത്ര ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ ആണെങ്കിലും നമ്മൾ ഇവിടെ യുദ്ധത്തിൻ്റെ ഒന്നും അറിയുന്നില്ലെങ്കിലും ഗൾഫ് കൺട്രീസിൽ എല്ലാവരും വളരെയധികമായ പ്രയാസത്തിലൂടെ നിരപരാധികൾ അനേകർ എന്തുമാത്രം ടെൻഷൻ അനുഭവിച്ചാണ് ജീവിക്കുന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം വളരെ പെട്ടെന്ന് തന്നെ ഈ യുദ്ധമൊക്കെ ഒന്ന് തീരാനും എല്ലാ ചർച്ചകളൊക്കെ നടത്തി ഈ യുദ്ധത്തിൽ നിന്നും ഒന്ന് മാറി സമാധാനത്തോടെ എല്ലാവരും ആയിത്തീരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം രാവിലെ അവിടുന്ന് 1 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു വീട്ടിലേക്ക്. ഞങ്ങൾ സുഖമായി വീട്ടിലെത്തിച്ചു.